ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ 15 ലക്ഷം തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ ചേരുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതം. ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളതിൽ താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആ പൈസ തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ അവർ ചേരുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അത് പാർട്ടി ഉൾപ്പെടെയുള്ള അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയോടും ഈ കാര്യങ്ങൾ സംസാരിക്കാം, അവരെയും കൂടി ഇതിന്റെ ഭാഗമാക്കാം. ഇപ്പോ അവിടെ ഒരു ഗ്രാമം പണിയുക, എന്നിട്ടൊരു ലീഗിനൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, ഒരു 100 വീടുള്ള ഒരു വലിയ കോളനി, അതൊക്കെ ഞങ്ങൾ വോട്ടാണ് എന്ന് വരുത്തി തീർക്കുക. സത്യത്തിൽ സർക്കാരിന്റെ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞതിലൂടെ വരും തലമുറയെപ്പോലും ആ കുടുംബങ്ങൾ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലീഗിന്റെ ആനുകൂല്യം പറ്റിയവർ എന്നാണ് അവരറിയപ്പെടുക. മുസ്ലിം ലീഗിന്റെ ആനുകൂല്യം പറ്റിയവർ എന്നാവും അവർ വിളിക്കപ്പെടുക ഭാവിയിൽ. എന്നാൽ സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാൽ ഏതെങ്കിലും ഒരുത്തൻ, ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുമോ അത് ഞാൻ കൊടുത്ത സ്ഥലമാണ്, അത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന്? കൊടപ്പനച്ചോട്ടിൽ പെര വെച്ച് കിട്ടിയ ഇക്കാരം മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ പോകുന്ന വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ സ്ഥിതി